Good morning, ma'am. Good morning. Good morning, all. Good morning, ma'am. Good morning, miss. Good morning, ma'am. ന്യൂസ് എടുത്ത് നോക്കിയോ എല്ലാവരും? നമ്മ ടൈപ്സ് ആണല്ലോ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതില് എന്താണ് നമ്മ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലും അവരുടെ ഡിപ്പെൻഡൻസിന്റെ അടിസ്ഥാനത്തിലും നമ്മ വെൻഡേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ? എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തില് 3 ആയിട്ടും ഡിപ്പെൻഡൻസിന്റെ അടിസ്ഥാനത്തില് നമ്മ 2 ആയും വെൻഡേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്റർ ഉള്ളൂ കേട്ടോ. ഇതൊരു വലിയ ചാപ്റ്റർ ആണ്. നോക്കട്ടെ, ചിലപ്പോ മിസ് വേറൊരു ലാസ്റ്റ് ഈ ഒരു ചാപ്റ്റർ ഉള്ളൂ. നമ്മുടെ വലിയ ചാപ്റ്റർ അല്ലേ മെറ്റീരിയൽസ് മാനേജ്മെന്റ്. വലിയ ചാപ്റ്റർ ആണ്. സെക്കൻഡ് മൊഡ്യൂളിലെ ഏറ്റവും വലിയ ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് പരമാവധി സ്പീഡിൽ മിസ് എടുക്കാം. ഓക്കെ, തുടങ്ങാലോ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും ആവശ്യമുണ്ടോ? കഴിഞ്ഞ ദിവസം മിസ് എടുത്തില്ല. ഇല്ല. ഓക്കെ, ടൈപ്സ് ആദ്യം പറയണോ? പറയാം. ഓക്കെ, നമ്മ എന്താണ് ടൈപ്സ് ഓഫ് വെൻഡേഴ്സ് നമ്മ പറയാറില്ലേ? എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് 15 വർഷത്തെ 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ പറയാറില്ലേ? അതല്ലെങ്കിൽ നമ്മ ചിലരെ പറയാറുണ്ട് അല്ലെ, അവര് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ആ ഒരു കമ്പനി, അതവര് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറയാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ നമ്മ പറയാറുണ്ട് ഒരു 5 വർഷമായിട്ടുണ്ട് അല്ലെ, ഒരു 3 വർഷമായിട്ട് അവർക്ക് ഈ ഒരു പ്രവൃത്തി മേഖലയില് പരിചയമുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ അതേപോലെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തില് നമ്മ വെൻഡേഴ്സിനെ 3 ആയി തരം തിരിക്കുന്നുണ്ട്. ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് നാളത്തെ ആ ഒരു മേഖലയില് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അല്ലെ, ലീഡേഴ്സ്. നെക്സ്റ്റ് പറയുന്നത് റൈസിങ്, അതായത് ആവറേജ് ഒരു 3 വർഷത്തെ അല്ലെങ്കിൽ ഒരു 5 വർഷത്തേക്ക് ഒരു എക്സ്പീരിയൻസ് ആയവരെയാണ് റൈസിങ്, ഉയർന്നു വരുന്നവർ അല്ലെ. ആ ഒരു ബിസിനസ് മേഖലയില് അവര് ഉയർന്നു വരുന്നവരെയാണ് റൈസിങ് എന്ന് പറയുന്നത്. ബിഗിനേഴ്സ് നമുക്കറിയാം, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അല്ലെ, അവര് ആ ഒരു മേഖലയിൽ അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവരെയാണ് നമ്മ ബിഗിനേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിപ്പെൻഡൻസിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എത്രത്തോളം കപ്പാസിറ്റി, അവർക്ക് എത്രത്തോളം കഴിവുകളുണ്ട്, അവർ എത്രത്തോളം ഫിനാൻഷ്യലി ഏബിൾ ആണ്, അവരുടെ കമ്പനി എത്രത്തോളം വലിയത് ആണ് എന്നുള്ള അങ്ങനെയുള്ള അവരുടെ കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിലും പിന്നെ നോളജ്, അവരുടെ അറിവിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു പ്രവൃത്തി മേഖലയിൽ ആ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അവർക്ക് എത്രത്തോളം നോളജ് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 2 ആയി തരം തിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് the evaluation of the quality program is a joint venture venture activity അല്ലെ. ഇപ്പൊ നമ്മ ഒരു പർച്ചേസിങ് നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സപ്ലയേഴ്സുമായിട്ട് ഒരു ബിസിനസ് നടത്തി കഴിഞ്ഞാൽ നമ്മ എന്തിന്റെ നമ്മ ആ ഒരു പ്രവർത്തനം, ആ ഒരു പ്രോജക്റ്റ് ക്വാളിറ്റി ഉള്ളതാണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ വെഞ്ചർ മാത്രമാണോ? കച്ചവടക്കാരൻ, സപ്ലയർ മാത്രമാണോ? അല്ല, 2 പേര് അല്ലെ, ബോത്ത് പാർട്ടീസും. വാങ്ങിയ ആളും നോക്കാറുണ്ട് അല്ലെ, ആ കച്ചവടക്കാരിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് ആ ഒരു സപ്ലയേഴ്സിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച സാധനം ക്വാളിറ്റി ഉള്ളതാണോ അല്ലെ, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതാണോ അല്ലെ, നോക്കാറുണ്ടോ? ഉണ്ട്. അതേപോലെ കച്ചവടക്കാരൻ എന്ത് ചെയ്യാറുണ്ട്? ആ ഒരു ബയേഴ്സുമായിട്ട് നടത്തിയ ആ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് നമുക്ക് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെ, പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ആരും നോക്കാറുണ്ട്? വെഞ്ചറും നോക്കാറുണ്ടോ? അപ്പൊ എന്താണ്? the evaluation of the quality program is a joint venture activity അല്ലെ. ആ ഒരു പ്രൊജക്ട്, ആ ഒരു സപ്ലയേഴ്സും നമ്മുടെ ബയ്യറും തമ്മിലുള്ള ആ ഒരു പ്രൊജക്ട് ക്വാളിറ്റി ഉള്ളതാണോ എന്ന് നോക്കുന്നതിനുള്ള ആ ഒരു പ്രവർത്തനം ആര് തമ്മിലുള്ളതാണ്? ജോയിന്റ് ആയിട്ടുള്ളതാണ് അല്ലെ. വെഞ്ചറും വെഞ്ചിയും കച്ചവടക്കാരനും നമ്മുടെ ബയ്യറും കൂടി ഉൾപ്പെടുന്ന ഒരു
പ്രവർത്തനമാണ്, ആക്ടിവിറ്റിയാണ്. ഇറ്റ് ഈസ് എഫിഷ്യന്റ്ലി അച്ചീവ്ഡ്. നമുക്ക് കാര്യക്ഷമമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റുന്നുണ്ട്? രണ്ട് കൂട്ടർക്കും ഒരുപോലെ ബെനിഫിറ്റ്സ് ഉണ്ടായാൽ മാത്രമാണ് അല്ലെ നമുക്ക് എഫിഷ്യന്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ബയ്യർക്ക് ഇപ്പൊ എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? വാങ്ങിച്ച ആൾക്ക് ഇല്ല. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് എഫിഷ്യന്റ്ലി അച്ചീവ്ഡ്. നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ലഭിച്ചു, അച്ചീവ് ചെയ്തു എന്ന് പറയണമെങ്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് മ്യൂച്വൽ ബെനിഫിറ്റ്സ് ഫോർ ഓൾ പാർട്ടീസ് കൺസേൺഡ് അല്ലെ. ഇതുമായി ബന്ധപ്പെട്ട രണ്ട് പാർട്ടിക്കും ഒരുപോലെ ബെനിഫിറ്റ്സ് കിട്ടണം, ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ദ വെഞ്ചർ റിവ്യൂസ്. അങ്ങനെയാണെങ്കിൽ ദ വെഞ്ചർ റിവ്യൂസ് ആ ഒരു കച്ചവടക്കാരന് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും ആ ഒരു ക്വാളിറ്റി പ്രോഗ്രാം കൊണ്ട്? ആ ഒരു പ്രവർത്തനം അവർക്ക് എഫക്റ്റീവ്ലി ആൻഡ് എക്കണോമിക്കലി അവർക്ക് ലഭിച്ചിട്ടുണ്ടോ അല്ലെ? സാമ്പത്തികമായിട്ടും ഫലപ്രദമായിട്ടും അവർക്ക് ആ ഒരു പ്രവർത്തനം നടത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നാണ് അല്ലെ കച്ചവടക്കാരൻ നോക്കുന്നത്. നമുക്ക് ബയ്യർ പറഞ്ഞ സമയത്ത് അല്ലെ അവര് പറഞ്ഞ ക്വാളിറ്റിയില് അവര് പറഞ്ഞ ക്വാണ്ടിറ്റിയില് ആ ഒരു പ്രോഡക്റ്റുകൾ അവർക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ടോ? കൂടാതെ അവർക്ക് എക്കണോമിക്കലി സാമ്പത്തികമായിട്ടും ലാഭം ലഭിച്ചിട്ടുണ്ടോ എന്നല്ല വെഞ്ചർ നോക്കുന്നത് കച്ചവടക്കാരൻ. ആണോ? effectively and efficiently economically അല്ലെ. അപ്പൊ നോക്കിയേ, the venture reviews his quality program to ensure that the program is accomplishing its intended function effectively and economically. പ്രോഗ്രാം അതിന്റെ ഉദ്ദേശിച്ച പ്രവർത്തനം ഫലപ്രദമായിട്ടും സാമ്പത്തികമായിട്ടും നിറവേറ്റുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് നമ്മുടെ വിൽപ്പനക്കാരൻ ആ ഒരു പ്രോഗ്രാം ക്വാളിറ്റി പ്രോഗ്രാം ഇവാലുവേറ്റ് ചെയ്യുന്നത്. നിറവേറ്റുന്നു ട്ടോ. അക്കംപ്ലിഷൻ എന്നാൽ നിറവേറ്റുന്നു എന്ന് വെച്ചാല് എന്താണ്? നമ്മുടെ കച്ചവടക്കാരന് സാമ്പത്തികമായി അവർക്ക് ലാഭം ലഭിച്ചിട്ടുണ്ടോ അല്ലെ? അതേപോലെ ആ ഒരു ബയ്യർ പറഞ്ഞ ആ ഒരു സമയത്ത് അവർക്ക് ആ ഒരു പ്രവർത്തനം ഫലപ്രദമായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ അല്ലെ? അവര് പറഞ്ഞ പ്രോഡക്റ്റ്, അവര് പറഞ്ഞ ക്വാളിറ്റിയില്, അവര് പറഞ്ഞ ലീഡ് ടൈമിന്, അവര് പറഞ്ഞ ക്വാണ്ടിറ്റിയില് അല്ലെ അവർക്ക് ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നല്ലേ വെഞ്ചർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആണോ? ആണ്. അതേപോലെ നമ്മുടെ വെഞ്ചി ബയ്യർ എന്തായിരിക്കും ഇവാലുവേറ്റ് അപ്രൈസസ് എന്ന് പറഞ്ഞാല് വിലയിരുത്തുക. നമ്മുടെ വെഞ്ചർ അല്ല വെഞ്ചിയാണ് കേട്ടോ. വെഞ്ചി എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ദ വെഞ്ചി അപ്രൈസസ് ഹിസ് വെൻഡേഴ്സ് ക്വാളിറ്റി പ്രോഗ്രാം, check whether his vendor is capable of producing the desired quality program അല്ലെ. എന്താണ്? നമ്മുടെ വെഞ്ചർ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരു കച്ചവടക്കാരന് നമ്മ ഉദ്ദേശിച്ച തരത്തിലുള്ള അല്ലെ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള അല്ലെ ആവശ്യമായിട്ടുള്ള ഗുണമേന്മയിലെ ക്വാളിറ്റിയില് ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിവുണ്ടോ അല്ലെ, കേപ്പബിൾ ആണോ എന്നാണ് നമ്മുടെ വെഞ്ചി ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെ. നമ്മ പറഞ്ഞ ക്വാളിറ്റിയിലോ നമ്മ പറഞ്ഞ ലീഡ് ടൈമിന് പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ലഭ്യമാക്കാൻ സാധിക്കുന്നോ ഉണ്ടെന്നല്ലേ നമ്മ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മ വാങ്ങിക്കുകയാണെങ്കിലോ അല്ലെ. ഇപ്പൊ നിങ്ങൾ മീഷോയിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ പ്രോഡക്റ്റ് വാങ്ങാറുണ്ട്. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് റേറ്റിംഗ് റിവ്യൂസും കൊടുക്കുന്നത്? നിങ്ങൾക്ക് പറഞ്ഞ ലീഡ് ടൈമിന് അല്ലെ പറഞ്ഞ ക്വാളിറ്റിയില് അവർക്ക് സാധനങ്ങളൊക്കെ ക്വാളിറ്റിയില് തരാൻ സാധിച്ചിട്ടുണ്ടോ എന്നല്ലേ അതിന്റെ അടിസ്ഥാനത്തിലല്ലേ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് അവർക്ക് 5 റേറ്റിംഗ്സും 4 റേറ്റിംഗ്സ് ഒക്കെ കൊടുക്കുന്നത്. അതേപോലെ നമ്മ തിരഞ്ഞെടുക്കുന്ന ആ ഒരു സപ്ലയേഴ്സിന് നമ്മ പറഞ്ഞ ആ ഒരു ഗുണമേന്മയുള്ള സാധനം ആ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് നമ്മുടെ വെഞ്ചി ആ ഒരു ക്വാളിറ്റി പ്രോഗ്രാമില് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? വെഞ്ചി എന്നാണ് കേട്ടോ
മിസ് കഴിഞ്ഞ ദിവസം തിരുത്തിയിട്ടുണ്ടായിരുന്നു ക്ലാസ് എടുത്തപ്പോ. തിരുത്തിയില്ലേ മോസിന? വെഞ്ചർ അല്ല കേട്ടോ, വെഞ്ചി എന്നാണ്. വെഞ്ചി എന്നാണ് കേട്ടോ, അത് തിരുത്താം. അത്രയൊക്കെയാണോ? എന്നിട്ട് ഇങ്ങനെ ക്വാളിറ്റി പ്രോഗ്രാം ഒക്കെ ക്വാളിറ്റി ഉണ്ടോ, അത് അവര് ആ ഒരു ഇവാലുവേഷൻ നടത്തിയതിന് ശേഷം അവർ എന്ത് കൊടുക്കുന്നുണ്ട്? Additionally, he may establish a ranking system by providing a numerical value. ഒരു numerical value കൊടുത്തിട്ട് അവർ ആ ഒരു വെൻഡേഴ്സിനെ റാങ്കിങ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവര് പറയുന്ന ആ ഒരു കറക്റ്റ് ക്വാളിറ്റിയില്, കറക്റ്റ് ലീഡ് ടൈമിന്, കറക്റ്റ് ക്വാണ്ടിറ്റിയില് അവർക്ക് ആ ഒരു പ്രോഡക്റ്റ് ലഭ്യമാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് റാങ്കിങ്, സെക്കൻഡ് റാങ്കിങ്ങിന് റാങ്കിങ് ന്യൂമറിക്കൽ വാല്യൂന്റെ അടിസ്ഥാനത്തില് റാങ്കിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ റാങ്കിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നത്? വീണ്ടും അവർക്ക് ആ ഒരു പ്രോഡക്റ്റ് ആവശ്യമായി വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കാലോ. വീണ്ടും അവർ ഇവാലുവേഷൻ നടത്തണോ? വേണ്ട അല്ലെ? അവർ കൊടുത്തിരിക്കുന്ന ആ ഒരു ന്യൂമറിക്കൽ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കാലോ, സെലക്ട് ചെയ്യാലോ. അപ്പൊ എന്താണ്? കൂടാതെ അല്ലെ, അഡീഷണലി ആയിട്ട് ഇങ്ങനെയുള്ള ഇവാലുവേഷൻ നടത്തി അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ന്യൂമറിക്കൽ റാങ്കിങ് നൽകിക്കൊണ്ട് അല്ലെ, ഫസ്റ്റ് റാങ്കിങ്, സെക്കൻഡ് റാങ്കിങ്, അങ്ങനെയുള്ള ന്യൂമറിക്കൽ റാങ്കിങ് നൽകിക്കൊണ്ട് അവർക്ക് എന്താണ് റേറ്റിംഗ് നൽകുന്ന ന്യൂമറിക്കൽ വാല്യൂ കൊടുത്തുകൊണ്ട് അവരുടെ വെൻഡേഴ്സിനെ അവര് റാങ്കിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? അവിടെ വെൻഡേഴ്സിന് നമ്മുടെ ബയേഴ്സ്, അതായത് നമ്മുടെ ഹോസ്പിറ്റലുകാര് നമ്മുടെ വെൻഡേഴ്സിന് ഒരു ന്യൂമറിക്കൽ റാങ്കിങ് നൽകിക്കൊണ്ട് അവരെ റേറ്റിംഗ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് ദിസ് വാല്യൂ വിച്ച് വിൽ ബി അസൈൻഡ് ടു ഈച്ച് വെൻഡർ അല്ലെ. ഇങ്ങനെയുള്ള ഒരു റാങ്കിങ് അവര് എല്ലാ വെൻഡേഴ്സിനും, ഈച്ച് വെൻഡേഴ്സ്, ഓരോ കച്ചവടക്കാർക്കും ഇങ്ങനെയുള്ള ന്യൂമറിക്കൽ വാല്യൂ അവിടെ നൽകുന്നുണ്ട്. ഷുഡ് ഹാവ് റെക്കഗ്നിഷൻ അല്ലെ. ഇതിനെന്താണ്? അംഗീകാരം ഉണ്ടാവും അല്ലെ. ആ ഒരു റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലല്ലേ അവർ പിന്നീട് ഇനി അവർക്ക് ബിസിനസ് വരുമ്പോൾ അവരിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. അവർക്ക് ആ ഒരു പ്രൊഡക്റ്റ് ആവശ്യമായി വരുമ്പോൾ അവർ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ന്യൂമറിക്കൽ വാല്യൂവിന് അംഗീകാരം ഉണ്ടോ? റെക്കഗ്നിഷൻ ഉണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ്? ഈ ഷുഡ് ഹാവ് റെക്കഗ്നിഷൻ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് ദ ബേസിസ് ഓഫ് ദി വെഞ്ചി ആൻഡ് വെഞ്ചർ റെമഡിയൽ ആക്ഷൻ ആൻഡ് വെഞ്ചർ കമ്പാരിസൺ വിത്ത് ദ വെൻഡീസ് ഓർഗനൈസേഷൻ അല്ലെ. ഇതെന്താണ്? ഇത് വെഞ്ചി റെമഡിയൽ ആക്ഷന് ഉപയോഗിക്കുന്ന, അതായത് ഇനി അവർക്ക് എന്തെങ്കിലും ബിസിനസ് ആവശ്യമായി, അതായത് ആ ഒരു പ്രോഡക്റ്റ് വെൻഡേഴ്സ് നിന്ന് ആവശ്യമായി വരുമ്പോൾ അവർ ഈ റാങ്കിങ് ഉപയോഗിക്കുമല്ലോ. ഉപയോഗിക്കൂലേ? അതാണ് പറയുന്നത്. എന്താണ്? ദിസ് ക്യാൻ ബി യൂസ്ഡ് അല്ലെ, ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് ദ ബേസിസ് ഓഫ് വെൻഡർ റെമഡിയൽ ആക്ഷൻസ്. പിന്നീട് അവർക്ക് എന്തെങ്കിലും ആ ഒരു പ്രോഡക്റ്റ് ആവശ്യമായി വന്നു കഴിഞ്ഞാൽ അവർ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ ഒരു വെൻഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്? ഇങ്ങനെയുള്ള റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. കൂടാതെ അവരെന്താണ്? ആ ഒരു ഓർഗനൈസേഷനിലെ ആ നമ്മുടെ വെൻഡേഴ്സിനെ കമ്പയർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഈ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തില്? ഇല്ലേ? റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തില് നമ്മുടെ വെൻഡി ഓർഗനൈസേഷൻ അല്ലെ, ഇപ്പൊ ഏത് നമ്മ ബയ്യറിന്റെ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർക്ക് ഈ ന്യൂമറിക്കൽ വാല്യൂവിന്റെ അടിസ്ഥാനത്തില് നമ്മുടെ കച്ചവടക്കാരെ കമ്പാരിസൺ, താരതമ്യം ചെയ്യാനായി സാധിക്കുന്നു. ആരാണ് കൂടുതൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് അല്ലെ, അവരുമായിട്ടുള്ള പർച്ചേസിംഗിൽ, അവർക്ക് നമ്മായിട്ടുള്ള ബിസിനസ്സിൽ ആരാണ് കൂടുതൽ എഫക്റ്റീവായ രീതിയിൽ പെർഫോം ചെയ്യുന്നത് എന്ന് അവർക്ക് കമ്പയർ ചെയ്യാനായി സാധിക്കുന്നു. ഓക്കെ ആണോ? ഒരു മിനിറ്റ് കേട്ടോ. എന്താണ് ഇതിൽ പറയുന്നത്? ഈ ഒരു ഇവാലുവേഷന് ശേഷം അല്ലെ നമ്മുടെ വെൻഡറും വെൻഡിയും തമ്മിലുള്ള ആ ഒരു ക്വാളിറ്റി പ്രോഗ്രാം ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പൊ വെൻഡറെ നമ്മുടെ വെൻഡി ഇവാലുവേഷൻ ചെയ്തതിന് ശേഷം
അവർക്ക് എന്താണ് റാങ്കിങ് കൊടുക്കുന്നുണ്ട് അല്ലെ, ഒരു ന്യൂമറിക്കൽ വാല്യൂ അനുസരിച്ച് അവർക്ക് റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. ഓക്കെ ആണോ? ഈ ഒരു റേറ്റിംഗിന് എന്താണ് ഇത്, അവര് ഓരോ വെൻഡേഴ്സിനും, ഒരു വെൻഡർ 2 or 3 വെൻഡേഴ്സിന് മാത്രമല്ല, അവരുമായി പർച്ചേസിംഗ് നടത്തുന്ന ഓരോ വെൻഡേഴ്സിനും, എല്ലാ വെൻഡേഴ്സിനും ഇവരിങ്ങനെയുള്ള റാങ്കിങ് കൊടുക്കുന്നുണ്ട്. ഈ റാങ്കിങ്ങിന് അംഗീകാരം ഉണ്ടാവുകയും ചെയ്യും. ഈ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ, ഈ ഒരു ന്യൂമറിക്കൽ വാല്യൂന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് അവരുമായി നടത്തുന്ന പർച്ചേസിംഗുകൾ അവര് ഷെഡ്യൂൾ ചെയ്യുന്നത് അല്ലെ, ആണോ? വെഞ്ചർ വെന്റി റെമഡിയൽ ആക്ഷൻ, അതായത് ബിസിനസ് എടുക്കുന്നത് അല്ലെ ഈ ഒരു ന്യൂമറിക്കൽ വാല്യൂന്റെ അടിസ്ഥാനത്തിലല്ലേ. അപ്പൊ എന്താണ് ഈ ഒരു റെമഡിയൽ ആക്ഷൻ? പിന്നെ കൂടാതെ എന്താണ്, ആ ഒരു ഓർഗനൈസേഷന് നമ്മുടെ വെൻഡേഴ്സിനെ കമ്പാരിസൺ ചെയ്യാം അല്ലെ, അവരുടെ പ്രവർത്തനം എത്രത്തോളം എഫക്റ്റീവ് ആണ് അല്ലെ, അവർക്ക് എത്ര റാങ്കിങ് ലഭിച്ചിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു വെൻഡേഴ്സുമായിട്ട് കമ്പാരിസൺ ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, the vendor may establish a comprehensive audit program to cover all phases of plan design. Plan എന്നല്ല കേട്ടോ, പ്ലാൻ എന്നാണ് കേട്ടോ, അട്ടിവെട്ടി കളയാട്ടോ. എന്താണ്? all phases of plan design, procurement, construction and operation, either within his organization structure or by contractual requirements that is specified in the purchase order to audit the vendor's facilities. അല്ലെ, എന്താണ് നമ്മുടെ വെഞ്ചർ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള, ഒരു സമഗ്രമായിട്ടുള്ള ഒരു ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. എന്തുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ഒരു കോംപ്രഹെൻസീവ് ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കുന്നത്? ഓൾ ഫേസസ് ഓഫ് പ്ലാൻ ഡിസൈൻ അല്ലെ, ആ ഒരു പർച്ചേസിംഗിന്റെ എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രൂപരേഖ തയ്യാറാക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമുക്കറിയാം, നമ്മൊരു പർച്ചേസ് നടത്തണമെങ്കിൽ അതിന് പല ഫേസസ് ഉണ്ട് അല്ലെ. ആദ്യം തന്നെ എന്തുണ്ട്, യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിക്വസിഷൻ ലഭിക്കുന്നുണ്ട് അല്ലെ, പർച്ചേസിംഗ് റിക്വസിഷൻ ലഭിക്കുന്നു അല്ലെ. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ വെൻഡേഴ്സിന്, സപ്ലയേഴ്സിന് പർച്ചേസിംഗ് എൻക്വയറി നടത്തുന്നു അല്ലെ. അതിനുശേഷം നമ്മുടെ സപ്ലയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ടെൻഡേഴ്സ് അയക്കുന്നുണ്ട് അല്ലെ. ഇന്ന പ്രൈസിന്, ഇന്ന ലീഡ് ടൈമില്, ഇന്ന ക്വാണ്ടിറ്റിയില് സാധനങ്ങൾ തരാം എന്ന് പറഞ്ഞ് ടെൻഡേഴ്സ് അയക്കുന്നു. എന്നിട്ട് ഈ ടെൻഡേഴ്സ് എന്ത് ചെയ്യും, പല സപ്ലയേഴ്സിൽ നിന്ന് കിട്ടുന്ന ഈ ടെൻഡേഴ്സ് ഇവര് ഇവാലുവേറ്റ് ചെയ്യോ? ഇവാലുവേറ്റ് ചെയ്യും അല്ലെ. എന്നിട്ട് അതിൽ നിന്ന് 2 or 3 അല്ലെ സപ്ലയേഴ്സിനെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് പർച്ചേസിംഗ് ഓർഡർ നൽകും അല്ലെ. നമ്മ പറഞ്ഞു അല്ലെ, പ്രൈമറി ആൻഡ് സെക്കൻഡറി വെൻഡേഴ്സ് അല്ലെ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവരെന്ത് ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് അല്ലെ. നെക്സ്റ്റ് പ്രൊക്വയർമെന്റ് ഇങ്ങനെ തയ്യാറാക്കി അവര് പർച്ചേസ് ഓർഡർ കൊടുത്തു, അവർക്ക് സാധനം ലഭിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം, അവരത് പ്രൊക്വയർമെന്റ് നടത്തണം അല്ലെ, സംഭരിക്കണോ, സപ്ലൈ മാനേജ്മെന്റ് ചെയ്യണേ. അവർ ശരിയായ രീതിയിൽ ആ ഒരു എന്താണ് അവര് വാങ്ങിച്ച ഗുഡ്സുകള്, സർവീസുകള്, പ്രോഡക്റ്റുകള് സംഭരിച്ചു വെക്കണം അല്ലെ. അപ്പൊ പ്രൊക്വയർമെന്റ്, പിന്നെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൺസ്ട്രക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻസ്, കൂടാതെ അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതൊക്കെ പറയുന്നത് either within his organization structure. അതെന്താണ്, ഇപ്പൊ ഹോസ്പിറ്റലുകാർ പർച്ചേസിംഗ് നടത്തുമ്പോൾ അവരെന്താണ് ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കുന്നത്. അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നത് അല്ലെ, അത് ഏതൊക്കെ സെക്ഷൻസ് ആണ് ഓഡിറ്റിംഗ് നടത്തേണ്ടത് അല്ലെ. കൂടാതെ എന്താണ് കോൺട്രാക്ച്വൽ റിക്വയർമെന്റ്സ്, ആ ഒരു കരാറിന്റെ ആവശ്യകതകളുമായി ബന്ധപ്പെട്ട് അവര് ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കാറില്ലേ. ഇപ്പൊ നമ്മ പറഞ്ഞു, നെക്സ്റ്റ് പറയുന്നത് either within organization structure or by contractual requirements that specified in the purchase order to audit the
വെൻഡേഴ്സ് ഫെസിലിറ്റീസ് അല്ലെ, നമ്മുടെ വെൻഡേഴ്സ് ഫെസിലിറ്റിയുടെ ആ ഒരു പർച്ചേസ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെ. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ക്യാഷ് അല്ലെ, ചെക്ക് ആണോ ക്രെഡിറ്റ് ആണോ ക്യാഷ് ആണോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നില്ലേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ. പിന്നെ ഓൺ സൈറ്റ് വിസിറ്റ് നടത്തുന്നുണ്ട് അല്ലെ. ഓൺ സൈറ്റ് വിസിറ്റ് നമ്മുടെ വെൻഡേഴ്സിന്റെ സ്ഥലത്ത് പോയി കണ്ടിട്ട് നമ്മൾ വിസിറ്റ് നടത്തി ഇവാലുവേറ്റ് ചെയ്യുന്നു അല്ലെ. പറഞ്ഞോ മിസ് ഫസ്റ്റ്? അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായി പർച്ചേസ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് കൂടാതെ നമ്മുടെ ഓർഗനൈസേഷന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ നമ്മുടെ വെൻഡി ഒരു ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. ഓക്കെ ആണോ? നമ്മ ഓഡിറ്റ് ആണ് തുടങ്ങിയത് അല്ലെ, ഇന്റേണൽ ഓഡിറ്റ് ആണ് തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോ പർച്ചേസിംഗിലേക്ക് പോന്നു അല്ലെ. അപ്പൊ അവിടെ എന്താണ് ആ ഒരു പർച്ചേസിംഗിന്റെ സെക്ഷനിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് തയ്യാറാക്കുന്നുണ്ട്? ഒരു സമഗ്രമായിട്ടുള്ള ഒരു ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. ഓക്കെ ആണോ? പർച്ചേസ് ഓർഡറുമായി ബന്ധപ്പെട്ട് ഓർഗനൈസേഷന്റെ സംഭരണവുമായി ബന്ധപ്പെട്ട് പിന്നെന്താണ് ആ ഒരു പർച്ചേസിംഗ് നടത്തുന്ന എല്ലാ ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെ. യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുന്നു, നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് പർച്ചേസിംഗ് എൻക്വയറി നടത്തുന്നു അല്ലെ. അങ്ങനെയുള്ള എല്ലാ ഫേസുമായി ബന്ധപ്പെട്ടും അതിന്റെ ഓപ്പറേഷൻസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് the main aim of the quality audits. ആ ഒരു ക്വാളിറ്റി ഓഡിറ്റ്സ് കൊണ്ടുള്ള പ്രധാന ലക്ഷ്യം, മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? is to guarantee compliance with the quality assurance program requirements അല്ലെ. എന്താണ്? നമ്മുടെ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം ആവശ്യകതകള് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക എന്നതാണ് ആ ഒരു ക്വാളിറ്റി ഓഡിറ്റിന്റെ പ്രധാന ലക്ഷ്യം. എന്ന് വെച്ചാല് നമ്മുടെ ആ ഒരു പ്രോഗ്രാം കൊണ്ട് നമ്മുടെ ആവശ്യം എന്താണ്? ആ ഒരു ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം, അതായത് ആ ഒരു പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ആ ഒരു ക്വാളിറ്റി പ്രോഗ്രാമിന്റെ ആവശ്യകത എന്താണ്? ആ ഒരു പർച്ചേസിങ് ശരിയായ രീതിയിൽ അല്ലെ, എഫക്റ്റീവായ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നാണോ? നമുക്ക് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നാണ് അല്ലെ. നമുക്ക് ലോസ് ഒന്നും വരുത്താതെ അല്ലെ, നമുക്ക് ശരിയായ ടൈമില് ശരിയായ ക്വാണ്ടിറ്റിയില് ശരിയായ ക്വാളിറ്റിയില് പ്രോഡക്റ്റ് ലഭ്യമായിട്ടുണ്ടോ എന്നാണോ? ആ ഒരു വെഞ്ചറുമായി നമ്മൾ നടത്തിയ ആ ഒരു ബിസിനസ് ശരിയായ രീതിയിൽ എഫക്റ്റീവായ രീതിയിലായിരുന്നോ എന്നാണ് അല്ലെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ആ ഒരു ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം ആവശ്യകതകൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുകയാണ് ആ ഒരു ക്വാളിറ്റി ഓഡിറ്റ്സ് കൊണ്ടുള്ള പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ ഒരു വെഞ്ചറുമായിട്ട് ഒരു ബിസിനസ് നടത്തി, അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ ആവശ്യമായിട്ടുള്ള എന്താണ് എക്യുപ്മെന്റ്സുകൾ, 2-3 തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ വാങ്ങി. അപ്പൊ ആ ഒരു പ്രവർത്തനത്തിന്റെ ലക്ഷ്യം എന്താണ്? ആ ഒരു പർച്ചേസിംഗില ആ ഒരു ഓപ്പറേഷൻസ് നടത്താൻ ആവശ്യമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ലഭ്യമാക്കുക എന്നുള്ളതല്ലേ? ആണോ? എന്തെങ്കിലും എക്യുപ്മെന്റ്സ് നമുക്ക് കൊണ്ടുതന്നാൽ മതിയോ? എഫക്റ്റീവായി എന്തെങ്കിലും എക്യുപ്മെന്റ്സ് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുതന്നാൽ മതിയോ? പോരാ അല്ലെ. നല്ല സേഫ്റ്റിയുള്ള അല്ലെ, നല്ല ഗുണമേന്മയുള്ള സാധനങ്ങൾ കൊണ്ടുതരണ്ടേ അല്ലെ? അതല്ലേ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ഒരു പർച്ചേസിംഗ് കൊണ്ടുള്ള ക്വാളിറ്റിയുള്ള പർച്ചേസിംഗ് കൊണ്ടുള്ള ലക്ഷ്യം അതല്ലേ. അപ്പൊ എന്താണ് ആ ഒരു ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം ആവശ്യകതകൾ അല്ലെ, ആ ഒരു പർച്ചേസിംഗില് അവർക്കുള്ള ആവശ്യകതകള് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുകയാണ് ആ ഒരു ക്വാളിറ്റി ഓഡിറ്റ് കൊണ്ടുള്ള ലക്ഷ്യം. ഓക്കെയാണോ?
ഇപ്പൊ മിസ് വേറൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മ ഒരു വെൻഡറുമായിട്ട് ഒരു പർച്ചേസിങ് നടത്തുമ്പോൾ നമ്മൾ അതിൽ ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, ചർച്ചകൾ നടത്തി ആ ഒരു കോൺട്രാക്റ്റിൽ ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടാവില്ലേ അല്ലെ, ഇന്ന സമയത്ത് അല്ലെ, ടൈം പറഞ്ഞിട്ടുണ്ടാവും, കോസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും, ഏത് പ്രോഡക്റ്റ് ആണ് ലഭ്യമാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അങ്ങനെ ഒരുപാട് നിബന്ധനകളും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ, അങ്ങനെയുള്ള ആവശ്യകതകള് പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുകയാണ് ആ ഒരു ക്വാളിറ്റി ഓഡിറ്റ് കൊണ്ടുള്ള പ്രധാന ലക്ഷ്യം. ഓക്കെ ആയോ? അവരുമായി ബന്ധപ്പെട്ട് ആ ഒരു കോൺട്രാക്റ്റില് അല്ലെങ്കിൽ ആ ഒരു പർച്ചേസിംഗ് ഓർഡറിൽ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ള ആവശ്യകതകള് നിറവേറ്റിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുകയാണ് ആ ഒരു ക്വാളിറ്റി ഓഡിറ്റ് കൊണ്ടുള്ള ലക്ഷ്യം. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഈ ഭാഗമൊന്നും നീങ്ങൂല, നമുക്ക് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും ഓക്കെ ആയോ? ഇപ്പൊ മിസ് പറഞ്ഞു അല്ലെ, നമ്മുടെ പർച്ചേസ് ഓർഡറിൽ നമ്മൾ ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട് അല്ലെ, എവിടെയൊക്കെയാണ് നമുക്ക് എത്തിച്ചു തരേണ്ടത് അല്ലെ. നമ്മ കറണ്ട് ലൊക്കേഷൻ പറയാറുണ്ടോ? ഇന്ന സ്ഥലത്തേക്ക് അല്ലെ ഷിപ്പിംഗ് ചെയ്യാനല്ലേ, ഷിപ്പിംഗ് ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയാറുണ്ട് അല്ലെ. ഇൻവോയ്സ് തരണം, പിന്നെ ലീഡ് ടൈം പറയുന്നുണ്ട് അല്ലെ, ലീഡ് ടൈം, കോസ്റ്റ്, ക്വാളിറ്റി, പിന്നെ എന്താണ് നമ്മുടെ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെ, ഒറ്റ തവണകളായിട്ടാണോ അല്ലെ, അല്ലെങ്കിൽ പല തവണകളായിട്ടാണോ പേയ്മെന്റ് നടത്തുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുകയാണ് ക്വാളിറ്റി ഓഡിറ്റ്സ് കൊണ്ട് ഉള്ള പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് basically venture management is a vital for a company. നമ്മുടെ ഈ ഒരു വെഞ്ചർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് അല്ലെ അവരെ സെലക്ട് ചെയ്യുന്നത്, ആണോ? ഒരു കച്ചവടക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ അപ്പൊ അങ്ങനെയുള്ള അവരെന്താണ് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ, ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. അവര് പറഞ്ഞ കറക്റ്റ് ഡേറ്റിന് നമുക്ക് സാധനങ്ങൾ ലഭ്യമാക്കാറുണ്ടോ അല്ലെ, ഇല്ലേ? ആ ഒരു കറക്റ്റ് ലീഡ് ടൈമിന്റെ ഉള്ളില് ഇപ്പൊ നമുക്ക് എത്ര ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാലും നമുക്ക് ആവശ്യമുള്ള ആ ഒരു സമയത്ത് ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമായില്ലെങ്കിൽ ആ ഒരു പർച്ചേസിങ് ശരിയായ രീതിയിൽ നടക്കോ, എഫക്റ്റീവായി നടക്കോ? ഇല്ല അല്ലെ. നമുക്ക് ചിലപ്പോ അതിന്റെ ആവശ്യം കഴിഞ്ഞിട്ടായിരിക്കാം ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്, പിന്നെ നമുക്ക് ഉപകാരം ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു വെഞ്ചർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് അല്ലെ. ഒരു ശരിയായ രീതിയിലുള്ള ഒരു വെഞ്ചർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ അല്ലെ, വെഞ്ചറും വെഞ്ചിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ, അവർ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അവർ തമ്മിലുള്ള ആ ഒരു പർച്ചേസിങ് ആണോ? അപ്പൊ എന്താണ് ബേസിക്കലി എന്താണ് അടിസ്ഥാനപരമായിട്ട് ഒരു വെഞ്ചർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനപ്പെട്ടതാണ്. ബിക്കോസ് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ? ഇറ്റ് ഇംപ്രൂവ്സ് ക്യാഷ് ഫ്ലോ അല്ലെ, പണമൊഴുക്ക് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ ആ ഒരു ബിസിനസ്സിൽ? നമ്മുടെ വെൻഡേഴ്സിനും വെൻഡീസിനും അല്ലെ, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗം ഹോസ്പിറ്റൽ ആണെങ്കിൽ അവര് വാങ്ങുന്ന ആ ഒരു പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ആ റിസോഴ്സുകൾ വെച്ചിട്ടല്ലേ ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, ആക്ടിവിറ്റീസ്, ഓപ്പറേഷൻസ് നടത്തുന്നത് അല്ലെ, ആണോ? അതിൽ നിന്നല്ലേ അവർക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നത് അല്ലെ, അതുവഴിയല്ലേ അവർക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നത്. അപ്പൊ എന്താണ്, ബിക്കോസ് it improves cash flows, provides excellent service അല്ലെ. അവർക്ക് ലഭിക്കുന്ന ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ അവര് കൊടുക്കുന്ന സർവീസുകളും എക്സലന്റ് ആവുന്നത് അല്ലെ.
ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റ് ആണെങ്കിൽ അവര് കൊടുക്കുന്ന സർവീസ് എക്സലന്റ് ആവോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ് എക്സലന്റ് സർവീസ്? ഇംപ്രൂവ് റിലയബിലിറ്റി ഓഫ് സപ്ലൈ അല്ലെ? വിതരണത്തിന്റെ വിശ്വസ്തത അല്ലെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കറക്റ്റ് ലീഡ് ടൈമിന് ലഭിച്ചു കഴിഞ്ഞാൽ വിശ്വസ്തത വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ? എന്താണ് ഒരു കോസ്റ്റ്, ആവറേജ് കോസ്റ്റിന് അല്ലെ, ഒരുപാട് കോസ്റ്റ് ഒന്നും വാങ്ങിക്കാതെ നമ്മൾ ഫാർമസിയിൽ മരുന്നുകൾ വിതരണം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വിശ്വസ്തത ലഭിക്കുന്നുണ്ടോ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം? അപ്പൊ ഇംപ്രൂവ്സ് റിലയബിലിറ്റി ഓഫ് സപ്ലൈസ് അല്ലെ, വിതരണത്തിന്റെ വിശ്വസ്തത മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു. ഹെൽപ്സ് റെഡ്യൂസ് റിലയൻസ് ഓൺ ക്യാപിറ്റൽ അസറ്റ്സ് അല്ലെ, എന്താണ് മൂലധന ആസ്തിയെ ആശ്രയിച്ച് ഇത് നമുക്ക് എന്താണ് നമുക്ക് ആ ഒരു കുറയ്ക്കാനും സാധിക്കുന്നുണ്ടോ ചിലവ്? ക്യാപിറ്റൽ അസറ്റ് വർദ്ധിപ്പിക്കാം അല്ലെ? ചിലവ് കുറച്ചിട്ട് നമുക്ക് റിലയൻസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കാലോ, മൂലധനം അല്ലേ? അപ്പൊ എന്താണ് ഹെൽപ്പ് റെഡ്യൂസ് റിലയൻസ്, ആ ഒരു കോസ്റ്റ് കുറച്ചിട്ട് എന്താണ് നമുക്ക് ക്യാപിറ്റൽ അസറ്റ് വർദ്ധിപ്പിക്കാം അല്ലെ? നമ്മൾ പറഞ്ഞു ഒരു സാധനം നമ്മൾ ഫാർമസിയൊക്കെ പഠിച്ചു അല്ലെ, നമുക്ക് സാധനത്തിന് എന്തെങ്കിലും ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ അവിടെ ഷോർട്ടേജ് കോസ്റ്റ് ഒരുപാട് വരുന്നുണ്ട് അല്ലെ? ചിലപ്പോ നമ്മൾ ഡബിൾ ചാർജ് കൊടുത്ത് ആ സാധനം വാങ്ങിക്കേണ്ടി വരും അല്ലെ? അല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് എന്താണ് നഷ്ടം സംഭവിക്കാറുണ്ട് അല്ലെ? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ആ ഒരു പ്രൊക്വയർമെന്റ് സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിലവ് കുറച്ചിട്ട് നമുക്ക് മൂലധനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? നെക്സ്റ്റ് പറയുന്നത് ആൻഡ് പ്രൊവൈഡ്സ് അഡ്വാൻസ്ഡ് ടെക്നോളജി ട്രെൻഡ്സുകൾ അല്ലെ, എന്താണ് നൂതന സാങ്കേതിക പ്രവർത്തനങ്ങൾ നൽകാൻ സാധിക്കുന്നു അല്ലെ? നമുക്ക് എന്താണ് ടെക്നോളജി ട്രെൻഡുകൾ യൂസ് ചെയ്ത് കാണിട്ട് നമുക്ക് എഫക്റ്റീവായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നുണ്ടോ? അപ്പൊ എന്താണ് ഒരു വെഞ്ചർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായിട്ടുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് എന്തൊക്കെ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യിക്കുന്നുണ്ട്? ആ ഒരു ബിസിനസ്സിലെ പണമൊഴുക്ക് വർദ്ധിപ്പിക്കുന്നു, കൂടാതെ എക്സലന്റ് ആയിട്ടുള്ള സർവീസുകൾ നൽകാൻ സാധിക്കുന്നു അല്ലെ? കൂടാതെ എന്താണ് നമ്മുടെ വിശ്വസ്തത, നമ്മൾ ആ ഒരു സപ്ലൈ ചെയ്യുന്നത് വിതരണത്തിലുള്ള വിശ്വസ്തത മെച്ചപ്പെടുത്താനും നമ്മുടെ ചെലവ് കുറച്ച് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കാനും കൂടാതെ അഡ്വാൻസ്ഡ് ടെക്നോളജി ട്രെൻഡ്സുകൾ നമുക്ക് നൽകാനും സാധിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് വെഞ്ചർ മാനേജ്മെന്റ് അല്ലെ? അവിടെ ഒരു വെഞ്ചർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു. ആ ഒരു വെഞ്ചർ മാനേജ്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് നോക്കിയേ? വെഞ്ചർ പ്രൊഫൈൽ ആൻഡ് റിസ്ക് അസസ്മെന്റ് അല്ലെ? എന്താണ് വെഞ്ചേഴ്സിന്റെ പ്രൊഫൈല്, കൂടാതെ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആ റിസ്ക് അസസ് ചെയ്യുക അല്ലെ? എന്താണ് അപകടങ്ങള്. വെഞ്ചർ പ്രൊഫൈൽ എന്ന് പറയുന്നത്, വെഞ്ചർ പ്രൊഫൈൽ ഈസ് എ ഡോക്യുമെന്റ് യൂസ്ഡ് ബിസിനസ് ടു കളക്റ്റഡ് ആൻഡ് ഓർഗനൈസ് ഇൻഫോർമേഷൻ അബൌട്ട് ദെയർ സപ്ലയേഴ്സ് ഓർ വെൻഡേഴ്സ് അല്ലെ? അവരുടെ വെൻഡേഴ്സുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ സപ്ലയേഴ്സുമായി ബന്ധപ്പെട്ട് അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് ആണ് വെൻഡർ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടാം? ഒരു വെഞ്ചറിന്റെ അല്ലെങ്കിൽ ഒരു സപ്ലയേഴ്സിന്റെ പ്രൊഫൈൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടാം? അവർ നടത്തുന്ന ബിസിനസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? ഉണ്ടാവോ അല്ലെ? എന്ത് ബിസിനസ് ആണ് നടത്തുന്നത് അല്ലെ? ഉണ്ടാവോ? ഉണ്ടാവും. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? അവരുടെ ക്വാളിറ്റി അല്ലെ? ക്വാളിറ്റി, എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവൂലേ? വെൻഡർ പ്രൊഫൈൽ നോട്ട്. ഓക്കെ, നോട്ട് വേണം? വേണ്ട, മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ. അതൊന്നും ഇങ്ങനെ നോട്ട് ചെയ്യണ്ട. മിസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം മിസ് പറഞ്ഞാണ്. എന്താണ് വെഞ്ചർ പ്രൊഫൈൽ എന്ന് പറയുന്നത്? ഒരു ഡോക്യുമെന്റ് ആണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ബയേഴ്സിന് അവരുടെ വെഞ്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സുകളെ കുറിച്ച് അല്ലെ അവരെ എന്താണ് കളക്ട് ചെയ്യുന്ന ഒരു ഇൻഫോർമേഷൻസിനെയാണ്
വെഞ്ചർ പ്രൊഫൈൽ എന്ന് പറയാം. അതിൽ വെഞ്ചേഴ്സിന്റെ വിവരങ്ങൾ ഉണ്ടായിരിക്കും, അവർ എന്ത് ബിസിനസ് ആണ് നടത്തുന്നത്, അവരുടെ അഡ്രസ്, അവരുടെ കേപ്പബിലിറ്റീസ്, കഴിവുകൾ എന്താണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. കൂടാതെ റിസ്ക് അസസ്മെന്റ് അല്ലെ, അപകടങ്ങള് അസസ് ചെയ്യുക. ഇപ്പൊ ഒരു ബിസിനസിനെ സംബന്ധിച്ച് അപകടങ്ങൾ എന്തൊക്കെയാണ്, റിസ്കുകൾ എന്തൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ എന്തെങ്കിലും സാധനം പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന റിസ്കുകൾ എന്തൊക്കെയാണ്? ടൈം, ലീഡ് ടൈം, ലോസ്, നഷ്ടം സംഭവിക്കാം. ഏതൊക്കെ രീതിയിൽ നമുക്ക് ടൈം ഡിലേ ആവാം, ലോസ് സംഭവിക്കാം? മോസിന, ഏതൊക്കെ രീതിയിൽ നമുക്ക് ലോസ് സംഭവിക്കാം? ആ ഒരു ലീഡ് ടൈം കുറഞ്ഞാൽ മാത്രമാണ് നമുക്ക് ലോസ് സംഭവിക്കുന്നത്. ക്വാളിറ്റി ഇല്ലെങ്കിൽ ലോസ് സംഭവിക്കാം അല്ലെ? ക്വാളിറ്റി. പിന്നെ കറക്റ്റ് ടൈമിങ് നിങ്ങൾ പറഞ്ഞു. പിന്നെ എന്താണ്, ക്വാണ്ടിറ്റിയിലെ വ്യത്യാസങ്ങൾ വന്നാൽ ലോസ് സംഭവിക്കാലോ. ഡാമേജിൽ പ്രോഡക്റ്റ് തന്നാലും നമുക്ക് ലോസ് സംഭവിക്കാം അല്ലേ? പിന്നെ നമ്മ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നാലോ അതൊരു റിസ്ക് ആണോ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള റിസ്ക് അസസ്മെന്റ്, ടൈം ഡിലേ വന്നാൽ അല്ലെ, ഹൈ കോസ്റ്റിന് തന്നാൽ അല്ലെ, എന്താണ് നമ്മുടെ റേറ്റ് വാങ്ങിയ ആ ഒരു ടൈമിലും കുറഞ്ഞാല് മാർക്കറ്റില് ആ ഒരു വിലയിൽ വ്യത്യാസം വന്നാൽ അല്ലെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിസ്ക് അസസ്മെന്റ് നടത്തുക. ഓക്കെ ആണോ? വെൻഡർ പ്രൊഫൈല്, ഓരോ വെൻഡേഴ്സിന്റെയും പ്രൊഫൈല്, അവർ എത്രത്തോളം കേപ്പബിലിറ്റി, കപ്പാസിറ്റി ഉണ്ട് അല്ലെ, അവരുടെ ബിസിനസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങള്, കൂടാതെ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസ്ക് അസസ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് പറയുന്നത് വെഞ്ചർ ഓഡിറ്റ് ആൻഡ് ക്ലാരിഫിക്കേഷൻസ് അല്ലെ, ആ ഒരു വെഞ്ചറുമായി നടത്തിയിട്ടുള്ള, ഇപ്പൊ നമുക്ക് മുൻപ് പ്രീവിയസ് ആയിട്ട് ചിലപ്പോൾ അവരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരിക്കുമല്ലോ, പർച്ചേസിങ് നടത്തിയിട്ടുണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വെഞ്ചർ ഓഡിറ്റ് ആൻഡ് ക്ലാരിഫിക്കേഷൻ, അതുമായുള്ള വ്യക്തതയും വരുത്തുക. നെക്സ്റ്റ് എന്താണ്, നോൺ കൺഫോമേഴ്സ് ഓർ കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ് അല്ലെ. നമ്മുടെ ഇപ്പൊ നമ്മ ഒരു പർച്ചേസിങ് നടത്തുമ്പോൾ നമ്മ ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റാൻഡേർഡുകൾ പറയാറുണ്ട് അല്ലെ, റിക്വയർമെന്റ്സുകൾ, നമ്മുടെ ആവശ്യകതകൾ ഉണ്ടോ? മിസ് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് പാലിക്കാതിരിക്കുക കേട്ടോ, നോൺ കൺഫോമൻസ് എന്ന് പറഞ്ഞാൽ പാലിക്കാതിരിക്കുക. മിസ് കഴിഞ്ഞ ദിവസം ഒരു പർച്ചേസ് ഓർഡർ കാണിച്ചു തന്നില്ലേ, ഒരു എക്സാമ്പിള് കണ്ടോ? ഇതില്ല ഒരുപാട് കണ്ടോ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അവർ പാലിക്കാതിരിക്കുക. അപ്പൊ നമ്മൾ മുൻപ് പ്രീവിയസ് ആയിട്ട് ഇങ്ങനെ ഒരു പർച്ചേസിങ് നടത്തിയിട്ട് ആ ഒരു വെൻഡേഴ്സ് എന്തെങ്കിലും കാര്യങ്ങൾ പാലിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മത് പ്രീവിയസ് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇല്ലേ? പ്രീവിയസ് ഹിസ്റ്ററി അല്ലെ, അവരുടെ പ്രീവിയസ് റെക്കോർഡ്സുകൾ പരിശോധിക്കുമ്പോൾ അറിയാം അല്ലെ, അവരുമായി ബന്ധപ്പെട്ട് നമ്മൾ മുൻപ് നടത്തിയ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്സുകൾ അല്ലെ. ഓക്കെ, അപ്പൊ നോൺ കൺഫോമൻസ് ഓർ കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ് അല്ലെ, അത് എന്താണ്, പാലിക്കാതെ സ്റ്റാൻഡേർഡ്സുകൾ അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇവര് പറയുന്ന റിക്വയർമെന്റ്സുകൾ പാലിക്കാതിരിക്കുക. നെക്സ്റ്റ് പറയുന്നത് കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ്, നമുക്ക് അത് പ്രതിഷേധം, അത് തടയാനും അത് കറക്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് അവര് മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. നമ്മുടെ ബെഞ്ചിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് പ്രോഡക്റ്റ് സാമ്പിളിംഗ് ആൻഡ് ടെസ്റ്റ്. ഇപ്പൊ നമ്മൾ മുൻപ് നടത്തിയ കാര്യങ്ങൾ എന്തെങ്കിലും സ്റ്റാൻഡേർഡ്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് അത് തടയാനുള്ള പ്രതിരോധ മാർഗങ്ങൾ ഉണ്ടാവുമല്ലോ, തിരുത്താനുള്ള അല്ലേ. നമ്മ മുൻകൂട്ടി പറയില്ലേ, മുൻകൂട്ടി അവർക്ക് അത് കാണിച്ചു കൊടുക്കുക, അവർക്ക് വന്നിരിക്കുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വീണ്ടും അവരുമായി പർച്ചേസിംഗ് നടത്തുമ്പോൾ നമ്മൾ മുൻകൂട്ടി കാണിച്ചു കൊടുക്കും. ഇന്ന കാര്യങ്ങളില് നിങ്ങൾ എന്താണ് ഫെയിലിയർ ആയിട്ടുണ്ട് അല്ലെ, മുൻപത്തെ പർച്ചേസിംഗിൽ ഫെയിലിയർ ആയിട്ടുണ്ട്, പരാജയം സംഭവിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിന് പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമല്ലോ, ഒരു നെഗോസിയേഷന്റെ അവരുമായി നടത്തുന്ന ആ ഒരു മീറ്റിംഗില് അല്ലേ.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. നോൺ കൺഫോമൻസ് അവർ പാലിക്കാത്തത് അല്ലെ, അത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആവാം, ഇവര് പറയുന്ന സ്റ്റാൻഡേർഡുകളാവാം, അല്ലെങ്കിൽ റിക്വയർമെന്റ്സുകളാവാം. ആൻഡ് കറക്റ്റീവ് ഓർ കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ് മാർഗങ്ങൾ. നെക്സ്റ്റ് പറയുന്നത് പ്രോഡക്റ്റ് സാമ്പിൾ ആൻഡ് ടെസ്റ്റ് റിസൾട്ട്. നമ്മൾ പറഞ്ഞു എന്താണ് ഡെമോസ് അല്ലെ, ഓർമ്മയുണ്ടോ? അഞ്ചാമത്തെ സ്റ്റെപ്പില് ഇവാലുവേറ്റ് വെൻഡേഴ്സ് ഓർ ഷെഡ്യൂൾ ഡെമോസ് പറഞ്ഞു അല്ലെ. വെൻഡർ സെലക്ഷന്റെ 7th സ്റ്റെപ്പില് അഞ്ചാമത്തെ സ്റ്റെപ്പില് പറഞ്ഞല്ലോ. അപ്പൊ എന്ത് ചെയ്യാണ് ഡെമോസ് അല്ലെ, നമ്മ ഒരു വെൻഡറിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു പ്രോഡക്റ്റിന്റെ സാമ്പിളും ആ സാമ്പിൾ എന്ത് ചെയ്യാണ് ടെസ്റ്റ് റിസൾട്ട് എടുത്താണ് അല്ലെ. ഇവര് പറയുന്ന ക്വാളിറ്റി ഉണ്ടോ അല്ലെ, ഇവര് പറയുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടോ ആ ഒരു പ്രോഡക്റ്റിന്, ആണോ? നമ്മൾ അങ്ങനെ ചെയ്യാറില്ലേ? മോർ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടും അല്ലെ, നമുക്കറിയാത്ത ദൃശ്യമായിട്ടുള്ള അല്ലെ, നമ്മ അവർക്ക് ജസ്റ്റ് പറയുന്നതിൽ കൂടുതൽ വായ്മൊഴിയിലൂടെ അവിടെ പറയുന്നതിൽ കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടാണ് അല്ലെ ഒരു സാമ്പിള് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ, ആണോ? അപ്പൊ പ്രോഡക്റ്റ് സാമ്പിൾ ആൻഡ് ടെസ്റ്റ് റിസൾട്ട്. നെക്സ്റ്റ് പറയുന്നത് പെർഫോമൻസ് മോണിറ്ററിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു എന്താണ് പ്രോഡക്റ്റ് സാമ്പിൾ കണ്ടു, ടെസ്റ്റ് റിസൾട്ട് കിട്ടി, അതിനുശേഷം അവരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യില്ലേ, പർച്ചേസ് നടത്തി. അതിനുശേഷം ആ ഒരു പർച്ചേസിനുള്ള നമ്മുടെ വെഞ്ചറിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഓക്കെയാണോ? നമ്മ അതെന്ത് ചെയ്യും? ആ ഒരു പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന പർച്ചേസിങ്ങിൽ നമുക്ക് ആ റിപ്പോർട്ടിംഗ് ഉപകാരപ്രദമാവോ? ഉപകാരപ്രദമാവും അല്ലേ? അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പർച്ചേസിങ് നമുക്ക് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവരുമായി നടത്തിയ ആ പർച്ചേസിങ് എങ്ങനെയായിരുന്നു അല്ലെ, നമുക്ക് കറക്റ്റ് ലീഡ് ടൈമിന് അവർക്ക് ലഭ്യമാക്കാൻ സാധിച്ചു അല്ലെ, കറക്റ്റ് ക്വാളിറ്റിയിൽ തന്നു, അവർ തമ്മിലുള്ള ബിസിനസ്സിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അല്ലെ, ആണോ? ഈ ഒരു വെഞ്ചർ മാനേജ്മെന്റ് എന്നുള്ള സ്റ്റെപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് there are basically 3. ഇല്ല, ഇതിന് ക്വസ്റ്റ്യൻ വരില്ല കേട്ടോ, ഈ ഒരു ഫിഗറിന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇല്ല. നെക്സ്റ്റ് മനസ്സിലാക്കിയെടുക്കാം കേട്ടോ. വെഞ്ചർ പ്രൊഫൈൽ ആൻഡ് റിസ്ക് മാനേജ് നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്, ആദ്യം ഒരു വെഞ്ചറിന്റെ പ്രൊഫൈൽ അല്ലെ, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയല്ലേ സർവേ നടക്കും അല്ലെ, ഒരു കച്ചവടക്കാരനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് അല്ലേ നമ്മൾ ആദ്യം കളക്ട് ചെയ്യുന്നത് അല്ലെ. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ആവശ്യം വന്നാൽ നമ്മൾ ആദ്യം എന്താണ് ആ ഒരു പ്രോഡക്റ്റ് ആരൊക്കെ വിൽപ്പന നടത്തുന്നുണ്ട് അല്ലെ, ഏതൊക്കെ സപ്ലയേഴ്സ് വിൽപ്പന നടത്തുന്നുണ്ട് അങ്ങനെയല്ലേ നോക്കുന്നത്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, അപ്പൊ ഒരു 5, 6, 7 പേര് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അവരിൽ വന്ന റിസ്ക് മാനേജ്മെന്റിൽ ഏതെങ്കിലും വെൻഡേഴ്സുമായി ബന്ധപ്പെട്ട് കച്ചവടം നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ടോ അല്ലെ, ആണോ? അപ്പൊ ആ ഒരു സ്റ്റെപ്പ് കറക്റ്റ് ആയോ? വെഞ്ചർ പ്രൊഫൈൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റ് അതൊക്കെ ആയില്ലേ? വെഞ്ചർ പ്രൊഫൈൽ അല്ലെ, നമുക്കൊരു സാധനം വേണമെങ്കിൽ നമ്മ വെഞ്ചർ പ്രൊഫൈൽ ചെക്ക് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട റിസ്കുകൾ, ആ ഒരു വെഞ്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസ്കുകൾ, നമുക്ക് എന്തെങ്കിലും ലോസ് സംഭവിക്കാൻ സാധ്യതയുണ്ടോ അല്ലെ, അവരുടെ ഒരു പ്രോഡക്റ്റില് അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയില്, ക്വാണ്ടിറ്റിയില്, അല്ലെങ്കിൽ ആ ഒരു ലീഡ് ടൈമിൽ, അല്ലെങ്കിൽ അവർ പറയുന്ന ഫീച്ചേഴ്സിൽ അല്ലെ. നെക്സ്റ്റ് പറയുന്നത് വെഞ്ചർ ഓഡിറ്റ് ആൻഡ് ക്ലാരിഫിക്കേഷൻസ് അല്ലെ, ആ ഒരു വെഞ്ചർ ആ ഒരു പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മ അവർ ഓഡിറ്റ് നടത്താണ് അല്ലെ, അവർക്ക് എത്രത്തോളം കേപ്പബിലിറ്റീസ് ഉണ്ട്, കഴിവുകളുണ്ട് അല്ലെ, അവരുടെ എന്താണ് സൈറ്റ് എങ്ങനെയാണ് അല്ലെ, അവർ പറയുന്ന പ്രോഡക്റ്റുകളില് അവർ പറയുന്ന ഫീച്ചേഴ്സുകൾ ഉണ്ടോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓഡിറ്റ് നടത്തുകയും ക്ലാരിഫിക്കേഷൻ വ്യക്തത വരുത്തുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നോൺ കൺഫോമേഴ്സ് ഓർ കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ്. എന്താണ് പാലിക്കാത്തത് അല്ലെ, അവരുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ആ ഒരു പർച്ചേസ് ഓർഡറുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവർ ടേംസ് ആൻഡ് കണ്ടീഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാൻഡേർഡുകളോ പാലിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അത് കറക്റ്റ് ചെയ്യാനുള്ള അല്ലെ, അത് തിരുത്താനുള്ള പ്രതിരോധ മാർഗങ്ങൾ ആസൂത്രണം ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ് പ്രോഡക്റ്റ് സാമ്പിൾ ആൻഡ് ടെസ്റ്റ് റിസൾട്ട്. ആ ഒരു വെൻഡേഴ്സിന്റെ സാമ്പിൾ
കളക്ട് ചെയ്യുകയും അത് ടെസ്റ്റ് നടത്തുകയും ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? പർച്ചേസ് ഓർഡർ കൊടുത്ത് അവരുമായി പർച്ചേസ് നടത്തിയതിനു ശേഷം അവരുമായിട്ടുള്ള ആ ഒരു പർച്ചേസിംഗില് അവരുടെ പെർഫോമൻസ്, ആ ഒരു വെൻഡേഴ്സിന്റെ പ്രകടനം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ഫ്യൂച്ചറിലേക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് there are 3 different types of vendor evaluation. നമുക്ക് 3 തരത്തിലുള്ള വെഞ്ചർ കച്ചവടക്കാരുടെ ഇവാലുവേഷൻ ചെയ്യുന്നത് 3 തരത്തിലാണ്. There are informal use of record. നെക്സ്റ്റ് പറയുന്നത് after the fact evaluation. നെക്സ്റ്റ് before the fact decided. എന്താണ്? വെൻഡർ ഇവാലുവേഷൻ 3 തരത്തിലാക്കി, 3 ഡിഫറെന്റ് തരത്തിലാണുള്ളത്. ഫസ്റ്റത്തെ വരുന്നത് ഇൻഫോർമൽ യൂസ് ഓഫ് റെക്കോർഡ്. ആ പേരിൽ തന്നെയുണ്ട് ഇൻഫോർമൽ യൂസ് ഓഫ് റെക്കോർഡ്. എന്താണ്? അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് നമ്മളുടെ റെക്കോർഡ്സുകൾ കളക്ട് ചെയ്തിട്ട് അത് ഉപയോഗിച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് പറയുന്നത് ആഫ്റ്റർ ദ ഫാക്ട് ഇവാലുവേഷൻ. ആ ഒരു പ്രവർത്തനം, നമ്മൾ ആ ഒരു വെൻഡേഴ്സുമായിട്ടുള്ള ഒരു പ്രവർത്തനം നടന്നതിന് ശേഷം നമ്മൾ അവർ ഇവാലുവേറ്റ് ചെയ്യാണ് അല്ലെ. ഇപ്പൊ നമ്മളും ഒരു മീഷോയിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മ ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാറില്ലേ? ഒരു കടയിൽ നിന്ന് പോയി സാധനം വാങ്ങിച്ചതിന് ശേഷം ഇവാലുവേറ്റ്, ആ സാധനം ക്വാളിറ്റി ഉണ്ടോ അല്ലെ, നമുക്ക് ഉപകാരപ്രദമാണോ അല്ലെ, നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് ലോസ് അല്ലെ, ആ റേറ്റ് എങ്ങനെയാണ് അല്ലെ, കമ്പയർ ചെയ്ത് നോക്കും അല്ലെ. അപ്പൊ അതാണ് ആഫ്റ്റർ ദ ഫാക്ട് ഇവാലുവേഷൻ. ആ ഒരു പർച്ചേസിങ്, ആ ഒരു വെഞ്ചറുമായിട്ടുള്ള ആ ഒരു പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു പർച്ചേസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് ബിഫോർ ദ ഫാക്ട് ഡിസൈൻഡ്. അതായത് ആ ഒരു പർച്ചേസിങ് നടക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു ഇവാലുവേഷൻ നടത്തുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കാട്ടോ. മിസ് ഓരോന്നും പറഞ്ഞു തരാം. ഫസ്റ്റ് ഒക്കെ വരുന്നത് ഇൻഫോർമൽ യൂസ് ഓഫ് റെക്കോർഡ്. എന്താണ്? നമ്മ അവരുടെ റെക്കോർഡ്സുകൾ നോക്കിയിട്ട് ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യാണ്? ഇവാലുവേറ്റ് നടത്തുന്നു. അതിൽ പറയുന്നത് ഫസ്റ്റത്തെ ആണ് കേട്ടോ. ഇത് ഒന്നൊന്നും ഇവിടെ എഴുതാം. കറക്റ്റ് ആണോ കിടക്കുന്നത്? 1 എഴുതാട്ടോ. ഇൻഫോർമൽ യൂസ് ഓഫ് റെക്കോർഡിന്റെ അവിടെ 1. ആഫ്റ്റർ ദ യൂസ് ഓഫ് ഫാക്ട് ഓഫ് ഇവാലുവേഷന്റെ അവിടെ 2 എഴുതാം. ബിഫോർ ദ ഫാക്ട് ഡിസൈൻഡ് ഇവാലുവേഷന്റെ അവിടെ 3 എഴുതാം. മാറിക്കിടക്കുന്നുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് മിസ് എടുക്കും. ഓക്കെ ആക്കിയോ? കറക്റ്റ് ആണോ കിടക്കുന്നത്? അല്ല, ഓക്കെ, കറക്റ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഇൻഫോർമൽ യൂസ് ഓഫ് റെക്കോർഡ്സ് അല്ലെ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് വെഞ്ചർ ഇവാലുവേഷൻ. ഈ ഒരു വെഞ്ചർ ഒന്നുകൂടെ പറയണം. ഇൻഫോർമൽ യൂസ് ഓഫ് റെക്കോർഡ്സ് കണ്ടോ ക്രിസ്റ്റി? അതിന്റെ അവിടെ നമ്പേഴ്സ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. അത് ഫസ്റ്റത്തെ ഇവാലുവേഷൻ ആണ്, വെഞ്ചർ ഇവാലുവേഷൻ ആണ്. അപ്പൊ അവിടെ ഒന്നും എഴുതാം. നെക്സ്റ്റ് ആഫ്റ്റർ ദ ഫാക്ട് ഇവാലുവേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ടൈപ്പ് വെഞ്ചർ ഇവാലുവേഷൻ ആണ്. അപ്പൊ അവിടെ 2 എഴുതാം. 1 ആണ് കിടക്കുന്നത്, അത് വെച്ചിട്ട് 2 ആക്കാം. ഇനി 2ന്റെ അവിടെ 3 ആക്കാം. ഓക്കെ ആയോ? ഇനി ഫസ്റ്റ് പറയുന്നത് ഇൻ ദിസ് ടൈപ്പ് ഓഫ് വെൻഡർ ഇവാലുവേഷൻ. ഈ വെൻഡർ ഇവാലുവേഷനിൽ ഡാറ്റ ഈസ് കളക്ടഡ് ഫ്രം മെനി സോഴ്സസ് അല്ലെ. നമ്മ ആ ഒരു വെഞ്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളെ ഡാറ്റാസ് നമ്മ പല കേന്ദ്രങ്ങളിലൂടെ, പല സോഴ്സുകളിലൂടെ കളക്ട് ചെയ്തിട്ട് അതിലൂടെ നമ്മ അവർ ഇവാലുവേറ്റ് ചെയ്യാണ്. നമ്മിപ്പോ മീഷോയിലും ഇതിലൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും റേറ്റിംഗ്സ് റിവ്യൂസ് ഒക്കെ നോക്കൂ അല്ലെ, നോക്കാറുണ്ടോ? ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ആ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് ഇവാലുവേറ്റ് ചെയ്യാണ് അല്ലെ, ആണോ? അതല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മൊരു സ്ഥലത്ത് നിന്ന് ഒരു പ്രോഡക്റ്റ്, ഒരു ഷോപ്പിൽ നിന്ന് ഒരു
റേറ്റിംഗ് നോക്കൂ അല്ലെ. നമ്മൊരു ഷോപ്പിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കാൻ പോകുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കാറുണ്ടോ? ആ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അല്ലെ? അപ്പൊ അതെന്താണെന്ന് നമ്മൾ പല സോഴ്സുകളിൽ നിന്ന് ആ ഒരു കച്ചവടക്കാരനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് അത് ഉപയോഗിച്ച് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? സച്ച് ആസ് ജേർണൽസ് അല്ലെ. ജേർണൽസ് നോക്കിയിട്ട് ജേർണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ വെഞ്ചറുമായി നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളെയാണ് നമ്മുടെ ജേർണൽസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ അവരുമായി നടത്തിയ ആ ഒരു സാമ്പത്തിക ഇടപാടുകള്, ഇൻവോയ്സ്, പേയ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം ക്ലിയർ ആയിരുന്നു, അതിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു. നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. നെക്സ്റ്റ് ഡയറീസ്. ഡയറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറിയിൽ എന്താണ് എഴുതി വെക്കുന്നത്? നമ്മുടെ ഡയറിയിലൊക്കെ ചിലർക്ക് ഡയറി എഴുതുന്ന ശീലം ഉണ്ടാവാറുണ്ട് അല്ലേ? നമ്മുടെ എല്ലാ ദിവസമുള്ള കാര്യങ്ങൾ നമ്മൾ ഡയറി എഴുതി വെക്കാറുണ്ട് അല്ലെ? ഡയറിയിൽ എഴുതി വെക്കാറുണ്ട്. ഡയറിയിൽ എന്താ വെക്കുന്നത്? നമ്മ ഫോർമൽ ആയിട്ടാണോ എഴുതി വെക്കുന്നത്? ഔദ്യോഗികമായിട്ടാണ് നമ്മുടെ ഡയറി എഴുതുന്നത്? ഇമ്പോർട്ടൻസ് നോട്ട്സുകൾ എന്താണ്? ഇൻഫോർമൽ ആയിട്ട് നമ്മ വിവരങ്ങൾ എഴുതി വെക്കുകയാണ് അല്ലെ? ആണോ? അപ്പൊ എന്താണ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ വെൻഡേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങള് ഇൻഫോർമൽ ആയിട്ട് എഴുതി വെക്കുന്നതാണ് ഡയറീസ്, വെൻഡേഴ്സ് ഡയറീസ്. ഓക്കെ ആണോ? അപ്പൊ ജേർണൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു വെഞ്ചറുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക രേഖകള് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് ജേർണൽസ്. ഡയറീസ് എന്ന് പറഞ്ഞാല് ആ ഒരു വെഞ്ചറുമായിട്ടുള്ള ആ ഒരു പ്രവർത്തനങ്ങള്, പെർഫോമൻസ് ഇൻഫോർമൽ ആയിട്ട് രേഖപ്പെടുത്തി വെക്കുന്നത്. ലോഗ് ബുക്ക് അല്ലെ. എന്താണ്? നമ്മ ആ ഒരു വെഞ്ചറുമായിട്ടുള്ള ആ ഒരു വെഞ്ചറിന്റെ പെർഫോമൻസ്, അവരുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻസ്, അവരുമായിട്ടുള്ള പ്രശ്നങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സിസ്റ്റമാറ്റിക്കലി റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നതാണ് ലോഗ് ബുക്ക്. നമ്മൾ ലോഗ് ബുക്കിനെ വെഞ്ചർ ഇവാലുവേഷൻ റെക്കോർഡ് എന്നും പറയാറുണ്ട്. നമ്മ വെഞ്ചറുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവരുടെ പെർഫോമൻസ്, അവരുടെ ഓപ്പറേഷൻസ്, അവരുടെ കമ്മ്യൂണിക്കേഷൻസ്, അവരുമായിട്ടുള്ള ആ ഒരു ബിസിനസ് ഇവാലുവേറ്റ് ചെയ്യില്ലേ? സിസ്റ്റമാറ്റിക്കലി റെക്കോർഡ് ചെയ്യുന്നതാണ് ലോഗ് ബുക്ക്. ഓക്കെ ആയോ? 3 വരുന്നുണ്ട്. ജേർണൽസ് എന്ന് പറഞ്ഞാല് സാമ്പത്തിക രേഖകള്, ഡയറീസ് എന്ന് പറഞ്ഞാല് വെൻഡേഴ്സിന്റെ പെർഫോമൻസ് ഇൻഫോർമൽ ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ലോഗ് ബുക്ക് എന്ന് പറഞ്ഞാല് വെഞ്ചർ ഇവാലുവേഷൻ, വെഞ്ചറുമായിട്ടുള്ള ആ ഒരു പെർഫോമൻസ്, അവരുമായിട്ടുള്ള പ്രവർത്തനങ്ങള്, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, അതൊക്കെ സിസ്റ്റമാറ്റിക്കലി റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് ലോഗ് ബുക്ക്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ റെക്കോർഡ്സുകൾ അല്ലെ. അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സാമ്പത്തിക ഇടപാടുകള്, ഫിനാൻഷ്യൽ റെക്കോർഡ്സുകള്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ ആ ഒരു പാസ്റ്റിൽ അല്ലെ, മുൻപ് അവരുമായി നടത്തിയ ആ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെ? ആ ഒരു ബിസിനസ് എങ്ങനെയായിരുന്നു അല്ലെ? പർച്ചേസിങ് എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ പറ്റുന്നുണ്ടോ? അപ്പൊ എന്താണ് ഫിനാൻഷ്യൽ റെക്കോർഡ്? ആൻഡ് നോയിങ് വാട്ട് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ് അലൗസ് one to evaluate an event in order to make better decision for the future അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാസ്റ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഭാവിയിലേക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കോ? തീരുമാനം എടുക്കാൻ സാധിക്കോ? നമ്മ ഇപ്പോഴും ഡിസിഷൻ എടുക്കുമ്പോ എന്താണ് മുൻപത്തെ കാര്യങ്ങളും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ അല്ലെ. നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടോ? അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് നമുക്ക് നല്ലൊരു തീരുമാനത്തിൽ എത്താൻ സാധിക്കില്ലേ? ആണോ? അപ്പൊ അതേപോലെ എന്താണ് മുൻപ് ആ ഒരു വെൻഡേഴ്സുമായിട്ട് നടത്തിയ ആ ഒരു പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട രേഖകള്, ജേർണൽസ്, ഡയറീസ്, ലോഗ് ബുക്ക്, ഫിനാൻഷ്യൽ റെക്കോർഡ്സുകള് എല്ലാം ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അവര് ഫ്യൂച്ചറിലെ ഒരു തീരുമാനം, ബെറ്റർ ആയിട്ടുള്ള നല്ല ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നു. ഓക്കെയാണോ? ഇപ്പൊ അവരുമായി ആ ഒരു വെഞ്ചറുമായി നടത്തിയ പ്രീവിയസ് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ അവരുമായി നടത്തിയ പർച്ചേസിന് ഇവർക്ക് ലോസ് ആണ് സംഭവിച്ചതെങ്കിൽ അവർ ആ ഒരു
വെൻഡേഴ്സിനെ സെലക്ട് ചെയ്യോ? സെലക്ട് ചെയ്യോ? ഇല്ല അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ആ ഒരു വെൻഡറുമായി കണക്ട് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഹിസ്റ്ററീസ് പരിശോധിക്കുന്നു. ഓക്കെ ആണോ? അതാണ് ഇൻഫോർമൽ യൂസ് ഓഫ് റെക്കോർഡ്സ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ആഫ്റ്റർ ദ ഫാക്ട് ഇവാലുവേഷൻ അല്ലെ? ആഫ്റ്റർ ദ ഫാക്ട് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാല് ആ ഒരു പർച്ചേസിങ് കഴിഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്യാണ്? ആ ഒരു ഇവന്റ് ഇവാലുവേറ്റ് ചെയ്യാൻ, ആ ഒരു പർച്ചേസിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവർ വിലയിരുത്തുന്നു. when an event has occurred, ആ ഒരു ഇവന്റ് സംഭവിച്ചതിന് ശേഷം അല്ലെ, a manager may ask questions like what happened. ആ ഒരു പർച്ചേസ്, ആ ഒരു മാനേജർ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. എന്താണ്? വാട്ട് ഹാപ്പൻഡ്, എന്ത് സംഭവിച്ചു? ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ അല്ലെ, എങ്ങനെയാണ് ഇത് സംഭവിച്ചു? വൈ ഡിഡ് ഇറ്റ് സക്സീഡ് അല്ലെ, നമുക്ക് എന്തുകൊണ്ട് ഇത് സക്സീഡ് ചെയ്യും, വിജയിക്കാൻ സാധിച്ചു? വൈ ഡിഡ് ഇറ്റ് ഫെയിൽ, എന്തുകൊണ്ട് ഇത് ഈ ഒരു ബിസിനസ്, ഈ ഒരു പർച്ചേസിംഗ് നമുക്ക് പരാജയപ്പെട്ടു? ഹൗ വെൽ ഡിഡ് ഇറ്റ് വെൽ, ഇത് നമുക്ക് എത്രത്തോളം ഈ വെഞ്ചറുമായിട്ടുള്ള ഒരു പ്രവർത്തനം എത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു അല്ലെ? റെസ്പോൺസ് ടു സച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സച്ച് എന്നാണോ എടുക്കുന്നത്? SUE എന്നാണോ SUCH ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്? റെസ്പോൺസ് ടു such questions give data for decision and future planning after an event has been completed അല്ലെ? ഇങ്ങനെ ഒരു ഇവന്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, അത് പൂർത്തിയാകുന്നതിന് ശേഷം ആ ഒരു ഇവന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിലൂടെ എന്താണ്? നമുക്ക് ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനായി സാധിക്കുന്നു അല്ലെ? ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള, ഡിസിഷനിലേക്ക് എത്തുന്നതിനുള്ള ഡാറ്റ കളക്ട് ചെയ്യാനായി സാധിക്കുന്നു അല്ലെ? അപ്പൊ നമ്മൾ ഈ ഒരു ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിലൂടെയല്ലേ നമ്മൾ ഡാറ്റാസ് എഴുതുന്നത് അല്ലെ? ആ ഒരു ഇവന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു അല്ലെ? അതിൽ അവർക്ക് എന്താണ്? സക്സീഡ് ആണോ അല്ലെ? വിജയമായിരുന്നോ? പരാജയം, അതായത് അവർക്ക് ലോസ് ആയിരുന്നോ? അതല്ലെങ്കിൽ പ്രോഫിറ്റ് ലഭിക്കുകയാണോ ചെയ്തത് അല്ലെ? ലോസും സക്സീഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ്സില് പരാജയം എന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്ടം സംഭവിക്കുക അല്ലെ? ലോസ് സംഭവിക്കുക. വിജയം എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് ലഭിക്കുക അല്ലെ? ആണോ? ഒരു ബിസിനസിനെ സംബന്ധിച്ച് അങ്ങനെയല്ലേ? അപ്പൊ എന്താണ്? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ഇവന്റ് എന്ന് പറഞ്ഞാൽ ഡീലിങ്സ്, ആക്ടിവിറ്റി, പർച്ചേസിങ് കേട്ടോ. ആ ഒരു വെഞ്ചറുമായി നടത്തിയ ആ ഒരു പർച്ചേസിങ്, അത് എന്താണ്? എങ്ങനെ, എന്താണ്? വാട്ട് ഹാപ്പൻ, എന്ത് സംഭവിച്ചു? എന്താണ്? ഹൗ ഡിഡ് ഹാപ്പൻ, എങ്ങനെ സംഭവിച്ചു? അത് നമുക്ക് എങ്ങനെ സക്സീഡ് ചെയ്യാൻ സാധിച്ചു? എങ്ങനെ നമുക്ക് അത് പരാജയം സംഭവിച്ചു അല്ലെ? ഇത് എത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു അല്ലെ? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് റെസ്പോണ്ട് ചെയ്തിട്ട് അവർ ഭാവിയിലേക്ക് ആവശ്യമായിട്ടുള്ള റെക്കോർഡുകൾ ശേഖരിച്ച്, എന്താണ്? ഇൻഫോർമേഷൻ ശേഖരിച്ച് ഡാറ്റ കളക്ട് ചെയ്തിട്ട് തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇനി ഭാവിയിൽ നടക്കുന്ന ആ ഒരു പർച്ചേസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് അവർക്ക് എത്തിച്ചേരാനായി സാധിക്കുന്നു. ഓക്കെ ആണോ? ഇപ്പൊ നമ്മൊരു ആളുമായിട്ട് ഒരു ബിസിനസ് നടത്തി കഴിഞ്ഞാൽ, ഇപ്പൊ മിസ് ആദ്യം തന്നെ ചോദിച്ചു, നമ്മൊരു ബിസിനസ് നടത്തി കഴിഞ്ഞാല് അത് കഴിയുമ്പോൾ നമ്മൾ നടത്താറില്ല, ഒരു ഇവാലുവേഷൻ നടത്താറുണ്ട് അല്ലെ? ആ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് നടത്താറുണ്ടോ? അപ്പൊ നമുക്കറിയാലോ. അപ്പൊ നമ്മൾ സ്വയം തന്നെ ചോദിക്കാറുണ്ട്. നമ്മൾ നടത്തിയ ബിസിനസ് ആണെങ്കിൽ നമ്മൾ സ്വയം ചോദിക്കാറുണ്ട് അല്ലെ? ബിസിനസ് എങ്ങനെയുണ്ടായിരുന്നു അല്ലെ? ആ നമ്മൾ വാങ്ങിച്ച സാധനം എങ്ങനെയുണ്ട്, ക്വാളിറ്റി ഉണ്ടോ അല്ലെ? നമ്മൾ കൊടുത്ത പൈസക്കുള്ള മൂല്യം ഉണ്ടോ അല്ലെ? നമുക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരും അല്ലെ? സ്വയം അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമ്മൾ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നുണ്ടോ? ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാണ് അല്ലെ? സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇനി ഭാവിയിലും നമ്മ അവരുമായി പർച്ചേസിംഗ് ചെയ്യുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലല്ലേ? ഈ ഒരു ഇവാലുവേഷന്റെ അടിസ്ഥാനത്തിലല്ലേ? അതാണ് ആഫ്റ്റർ ദ ഫാക്ട് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ?
നമ്മുടെ നേരത്തെ കൂട്ടല്ല ഈ ഭാഗമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. വളഞ്ഞ് തിരിഞ്ഞൊക്കെയാണ് വരുന്നത് കേട്ടോ. മനസ്സിലായില്ലേ എല്ലാവർക്കും? എന്താണ് പറയുന്നത് നോക്കിയല്ലേ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.